നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സിന് വളരെ വളരെ അടുത്താണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എവർട്ടന്റെ ഒരു ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഡേവിഡ് മോയിസ് വന്നതിന് ശേഷം അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറിന് വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ അതേതാണ്ട് ഫുൾഫില്ല് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. വിയാറിയയിൽ നിന്ന് പുതിയൊരു സ്ട്രൈക്കറെ എവർട്ടൺ സൈൻ ചെയ്തിട്ടുണ്ട്. തിയാനോ ബാരിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ യങ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റ് ആണ്. 22 വയസ്സ് മാത്രമേ ഉള്ളൂ. സ്ട്രോങ്, വെരി വെരി ഗുഡ് ഓൺ ദി എയർ. എനിക്ക് തോന്നുന്നു മോയിസിന്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ എവർട്ടന്റെ ഒരു ഫോഴ്സ് ആക്കി മാറ്റിയെടുക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. 35 മില്യൺ പ്ലസ് ആഡ് ഓൺ എന്നുള്ള ഡീലിലൂടെയാണ് വിയാറിയലുമായിട്ട് എവർട്ടൺ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനിങ് ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ജേഡൻ സാൻജോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പുള്ളി ഫെനർബാച്ചയുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നു എന്നുള്ളൊരു ന്യൂസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊളാപ്സ് ആയി എന്നുള്ള കാര്യം ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സാലറി തന്നെയായിരിക്കും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. കാരണം 300K പ്ലസ് ആയിട്ടുള്ള ഒരു സാലറിയാണ് പുള്ളി വാങ്ങിക്കുന്നത്. ഇപ്പൊ ഫെനർബാച്ചെ പോലുള്ളൊരു ക്ലബ്ബ് ലോണിലൂടെ കൊണ്ടുവരുവാണെങ്കിലും അതിൻ്റെ ഒരു പാർഷ്യൽ സാലറി യുണൈറ്റഡ് എടുത്താൽ മാത്രമേ അവരെ കൊണ്ട് താങ്ങാൻ പറ്റൂ. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് യുവന്റസ് പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് രംഗത്തെത്തി കഴിഞ്ഞു. സാൻജോയുടെ ഏജന്റിനോടും അവരുടെ ക്യാമ്പിലും ഡിസ്കഷൻ നടത്തി വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിയെന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാൻജോനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ സീസണിൽ യുണൈറ്റഡ് കളിക്കാനുള്ള പുള്ളിയുടെ താല്പര്യം ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ ലോണിലൂടെ പോവുക അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ വാങ്ങി പോവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ സാൻജോയുടെ കയ്യിലുള്ളൂ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഇന്റർ മിലാന്റെ സൈഡിൽ നിന്നാണ്. ഇന്റർ മിലാന്റെ വിങ്ങറായിട്ടുള്ള ഡെൻസൽ ഡംഫ്രീസ്. ഇപ്പൊ ഡംഫ്രീസിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്ററിന് വേണ്ടിയിട്ട് മാരകമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവരുന്ന ഒരു പ്ലെയർ തന്നെയാണ്. എസ്പെഷ്യലി റൈറ്റ് വിങ്ങില് പുള്ളി ഒരു പുപ്പുലി തന്നെയാണ്. പുള്ളിയുടെ ഗോയിങ് ഫോർവേഡ് നോക്കിയാലും ഡ്രിബ്ലിംഗ്, കൗണ്ടർ അറ്റാക്കിംഗ് മൂവ്മെന്റ്, പുള്ളി കൊടുക്കുന്ന അസിസ്റ്റും പാസും ഒക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. പുള്ളിയുടെ കോൺട്രാക്റ്റിൽ 25 മില്യന്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. ബാഴ്സലോണ പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള വാർത്ത ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ബാഴ്സയും ബോർഡുമായിട്ടുള്ള FFP ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തു. 1-to-1 റേഷ്യോയില് ഇനി പ്ലേയേഴ്സിനെ വാങ്ങാന്നുള്ളൊരു ന്യൂസ് ബാഴ്സയുടെ ക്യാമ്പിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതുകൂടി കൂട്ടി വായിച്ചപ്പോൾ ചിലപ്പോ ഡ്രംഫീസിനെ കൊണ്ടുവന്നാലും അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കിഡിലം പ്ലെയർ ആണ്. എന്തുകൊണ്ടാണ് EPL ടീംസ് ഈ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാത്തത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. കാരണം 25 മില്യൺ പുള്ളിയെ കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ആർസണലിന്റെ സൈഡിൽ നിന്നാണ്. ആർസണൽ മറ്റൊരു സെന്റർ ബാക്കിനായിട്ട് ശക്തമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വലൻസിയയുടെ സെന്റർ ബാക്ക് ആയിട്ടുള്ള ഇവിടെ ക്രിസ്ത്യൻ മൊസ്കോറയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർസണൽ ശ്രമിക്കുന്നത്. ഒരു പുതിയ ഡീലൊക്കെ വലൻസിയ ഓഫർ ചെയ്തു. പക്ഷേ പുള്ളിക്ക് അതിന് താല്പര്യമില്ല. ആർസണലുമായിട്ട് പേഴ്സണൽ ഡിസ്കഷൻ ഒക്കെ നടത്തി പുള്ളി ഓക്കെ ആണെന്നാണ് കേൾക്കുന്നത്. 14 മില്യന്റെ ഒരു ഡീല് ആർസണൽ പ്രപ്പോസ് ചെയ്തു. പക്ഷെ അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 20 to 25 മില്യന്റെ ഡീലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലൻസിയ എന്തായാലും പുള്ളിയെ വിൽക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ആർസണൽ നോക്കിക്കഴിഞ്ഞാൽ ഗബ്രിയേൽ, സലീബ ഈ 2 പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഇഞ്ചുറി കൺസേൺസ് അവിടെ വലിയൊരു പ്രശ്നം തന്നെയാണ്. സെന്റർ ബാക്കിന്റെ സൈഡിലേക്ക് ഒരു നല്ല രീതിയിലുള്ള സ്ക്വാഡ് ഡെപ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സൈനിങ്ങിന് ആർട്ടറ്റ ശ്രമിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. മറ്റൊരു ന്യൂസ് വരുന്നത് ക്രിസ്റ്റൽ പാലസും ആർസണലുമായിട്ടുള്ള എസ്എയുടെ നെഗോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ 2 ദിവസം മുമ്പാണ് ഫബ്രീസിയോ റൊമാനോ ഇത് കൺഫേം ചെയ്തിട്ടുള്ളത്. പേഴ്സണൽ ടേംസിൽ എസ്എ ഓക്കെ ആണ്. പുള്ളി വരാൻ താല്പര്യമുണ്ട്. പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ ആർട്ടറ്റ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എസ്എ ഏതാണ്ട് ഓക്കെ ആയി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. ഇപ്പം ഫീസിന്റെ ഒരു ഡിസ്കഷൻ മാത്രമേ ഇനി നടത്തേണ്ടതുള്ളൂ. ഇപ്പൊ ക്രിസ്റ്റൽ പാലസ് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു
ഒരു 50 to 70 മില്യൺ റേഞ്ചിലുള്ള പൈസയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ആർസണലാണെങ്കിൽ 1-2 വലിയ പ്ലേയേഴ്സിനെ നോക്കി വെച്ചിട്ടുണ്ട്. സുബമൻഡിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവർ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരു വിൻഡോ ആയിട്ടാണ് തോന്നുന്നത്. എസ് എ കൺഫേം ആവുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു മന്ത് എൻഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ ക്രിസ്റ്റ്യൻ റൊമേറോയുടെ കാര്യം നിങ്ങൾക്ക് അറിയാം. വൺ ഓഫ് ദി ബെസ്റ്റ് സെന്റർ ബാക്കിന്റെ ലിസ്റ്റിൽ പലപ്പോഴും റൊമേറോയുടെ പേരുമുണ്ട്. വളരെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. എസ്പെഷ്യലി 1-2 മൈനസ് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് പുള്ളിയുടെ ഒരു ടെംപ്ലിമെന്റ് ആണ്, മറ്റേത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഇഞ്ചുറി കൺസേൺസ് ആണ്. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റ്യൻ റൊമേറോ ഏത് ടീമിലേക്കും പോകാൻ പ്രാപ്തിയുള്ള ഒരു CB തന്നെയാണ്. ഇപ്പൊ അത്ലറ്റിക്കോ മാഡ്രിഡ് പുള്ളിയുടെ സിഗ്നേച്ചറിനായിട്ട് ഡിസ്കഷൻ തുടങ്ങി എന്നുള്ള വാർത്ത ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. 60 മില്യന്റെ ഒരു ഓഫർ ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ള ഒരു ന്യൂസാണ് പല ചാനലുകൾ ഇപ്പൊ ഗാർഡിയനിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് പ്രൊസീഡ് ആകുമോ എന്നുള്ളത് ഡാനിയൽ ലീവിയുടെ കയ്യിലാണ്. കാരണം പുള്ളി എന്തായാലും ഒരു 70 to 80 മില്യൺ വിത്ത് അഡോൺസ് ഒക്കെ ചോദിക്കും. അത് കൊടുത്താൽ മാത്രമേ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ടുള്ള ക്രിസ്റ്റ്യൻ റൊമേറോയെ പോകാൻ അനുവദിക്കൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മളെ ഡിഫൻസീവ് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൊമേറോക്കൊപ്പം കളിക്കാൻ പറ്റിയ 3-4 പ്ലേയേഴ്സിനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.